ഇത്തരം കുട്ടികൾ സെക്ഷൽ അബ്യൂസിന് വിധേയമാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെയുള്ള ട്രോമാസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പിന്നീട് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സെക്ഷൽ ബിഹേവിയേഴ്സിലേക്ക് പോകുന്നതിനും കാരണമാകും. ബിഹേവിയറൽ ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികളിൽ സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചില റിസ്കി ബിഹേവിയേഴ്സ് കാണാറുണ്ട്. ഈ ടോപ്പിക് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. ബിഹേവിയറൽ ഡിസോർഡേഴ്സ് ഉള്ള എല്ലാ കുട്ടികളിലും പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. അതുകൊണ്ട് ഇതൊരിക്കലും ജനറലൈസ് ചെയ്ത് കാണരുത്. കുട്ടികളിലെ ബിഹേവിയറൽ ഡിസോർഡേഴ്സ് ആയ ADHD, ഓപ്പോസിഷണൽ ഡിഫിയന്റ് ഡിസോർഡർ, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഇവയെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത്തരം ബിഹേവിയറൽ ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികൾ അഡോളസൻസിൽ എത്തുമ്പോഴേക്കും ചില റിസ്കി സെക്ഷൽ ബിഹേവിയേഴ്സ് കാണിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ADHD-കാരിലെ ഇമ്പൾസിവിറ്റി കാരണം ഉചിതമല്ലാത്ത ചില സെക്ഷൽ ബിഹേവിയേഴ്സ് കാണിക്കാം. ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് സോഷ്യൽ നോംസും ബൗണ്ടറീസും ഒന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ട് സോഷ്യലി ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സിന് കാരണമാകും. പക്ഷേ വിത്ത് പ്രോപ്പർ ഗൈഡൻസ് ആൻഡ് എഡ്യൂക്കേഷൻ ദീസ് ബിഹേവിയേഴ്സ് ക്യാൻ ഓഫൻ ബി മാനേജ്ഡ് ആൻഡ് കറക്റ്റഡ്. ഇത്തരം കുട്ടികൾ സെക്ഷൽ അബ്യൂസിന് വിധേയമാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെയുള്ള ട്രോമാസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പിന്നീട് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സെക്ഷൽ ബിഹേവിയേഴ്സിലേക്ക് പോകുന്നതിനും കാരണമാകും. പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ ആൻഡ് സൂപ്പർവിഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ദം. കുട്ടിക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അഡോളസൻസിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ചും കൺസെന്റ്, ബൗണ്ടറീസ് ആൻഡ് റെസ്പെക്ട് ഫോർ അതേഴ്സ്. ഇമ്പൾസസ് കൺട്രോൾ ചെയ്യുന്നതിനും സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിനും തെറാപ്പിയിലൂടെ സാധിക്കും. കുട്ടികൾക്ക് നേരിടാവുന്ന ചലഞ്ചസിനെ കുറിച്ച് പേരൻസിനും കെയർ ഗിവേഴ്സിനും വേണ്ട ട്രെയിനിങ് നൽകിയിരിക്കണം. അവരുടെ ചെറിയ മൂഡ് ചേഞ്ചസ് പോലും മനസ്സിലാക്കാൻ പേരൻസിനും കെയർ ഗിവേഴ്സിനും സാധിക്കണം. കുഞ്ഞിന് സെക്ഷുവാലിറ്റിയെ കുറിച്ച് എന്തും തുറന്നു പറയാനും കഴിയണം. കുട്ടികളുടെ ബിഹേവിയറൽ ഡിസോർഡേഴ്സിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള പീഡിയാട്രീഷ്യൻ, സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ് ഇവരുടെയൊക്കെ സപ്പോർട്ട് തേടാവുന്നതാണ്. ഏറ്റവും പ്രധാനം ഓരോ കുഞ്ഞിനെയും യുണീക്കായ ഒരു ഇൻഡിവിജ്വലായി കാണുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഓരോ കുട്ടിക്കും കൊടുക്കേണ്ട സപ്പോർട്ടും വ്യത്യസ്തമായിരിക്കും.